പണ്ടത്തെ കൈതപ്പുറത്തേക്കൂടെ ഇടവഴി ഇത് കണ്ട. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയതൊക്കെ ഇടവഴിയാണ്. ഇതിനൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ വഴിയൊക്കെ കടന്നിട്ട് ബസ് കയറാനൊക്കെ പോകും. ഇപ്പോൾ ഈ വഴി ഞാനിപ്പോൾ കുറേ കാലത്ത് 10-15 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഈ വഴിയൊക്കെ വരുന്നത്. ഇപ്പോഴും ഈ വഴി ഇതുപോലെ ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് ശരിക്കും. ഒരു മാറ്റവും ഇല്ല. ഈ ഇടവഴിയും ഈ വീടൊക്കെ പൊളിച്ചിട്ട് പുതിയ വീടൊക്കെ എടുത്തു. പക്ഷെ എന്നാലും വഴികൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുക, ഞാനും ചേച്ചിയും പിള്ളേരും. അവർ നടക്കും മുമ്പിൽ എന്നെ കൂട്ടാതെ. മോള് പറയും എപ്പോഴും അമ്മൊരു വീഡിയോ എടുക്കലേ അറിയുന്നു. എന്തോ പറിച്ചെടുക്കുന്നുണ്ട് രണ്ടാളും. കാര്യമായിട്ട് നമ്മൾ നടന്നിട്ട് കമ്പിപ്പാലം വഴിയുണ്ട്, അതുവഴി വേണമെങ്കിൽ പോവാം. നമ്മൾ പുഴ കടന്ന് പോയിന്. എന്താ വെച്ചാൽ കൈതപ്പുറം മണ്ണാത്തിപ്പുഴ കടന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ നടക്കാൻ ഞങ്ങൾ എന്തായാലും നടന്നു പോയിന്. പണ്ടത്തെ അതേ വഴി, അതേ നടപ്പാതകൾ തന്നെയാണ് ഇപ്പോഴും എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം. മൊത്തം ചെടിയാണ്. പിള്ളേരുടെ ബിരിയാണിയൊക്കെ മേടിച്ച് നമ്മളെ ആളെ പറ്റിക്കാൻ വേണ്ടി കാണിച്ച വെജ് ബിരിയാണി എന്നൊക്കെ പറയുന്നതാ. ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാ. ഇവിടെ നിന്ന് ശ്രീ വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ നിന്ന് നേരെ നടക്കി കുറച്ച് ദൂരം നടക്കാനുള്ളൂ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇത് സ്പീഡിൽ നടന്നിട്ട് വീട്ടിലെത്താൻ നോക്കും. പിന്നെ മെല്ലെ ആടിപ്പാടി സ്ഥലമൊക്കെ കണ്ട് മെല്ലെ പോകാമെന്ന് കരുതി. ഒരു മാറ്റവും എനിക്ക് തോന്നില്ല. പണ്ട് 10-20 വർഷം മുമ്പുള്ള അതേ വഴി തന്നെ എനിക്ക് തോന്നുന്നു. വലിയ മാറ്റങ്ങളൊന്നും ഈ വഴിക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. എല്ലാവരും നടക്കേനി. എനിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനുണ്ട്. ഞാൻ പുഴ കാണിച്ചുതരാം, വണ്ണാത്തിപ്പുഴ കാണിച്ചുതരാം. വണ്ണാത്തിപ്പുഴയിൽ ഇപ്പോൾ വെള്ളം ഉണ്ടാണേ. വെള്ളം ഉണ്ടാ മംഗലത്തില്ല. ഇതാ മംഗലത്തില്ല പോലും. എനിക്ക് പേരൊന്നും അറിയില്ല. ഓളെന്തെല്ലാം പറയുന്നത്. ഇപ്പോഴും ഇവിടെയൊക്കെ വാഴത്തോട്ടം. പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. 10-20 വർഷം മുമ്പ് ഇങ്ങനെ, ഇപ്പോഴും ഇങ്ങനെ. മാറ്റങ്ങളൊന്നും സംഭവിക്കാത്തൊരു വഴിയാണിത്. ഞങ്ങളെല്ലാവരും നടക്കുകയാണ് കേട്ടോ. ഇവനെന്ത് തിന്നു? ഇവനി ബിങ്കോ പ്ലാവിന്റെ മുകളിൽ നോക്കി. ഇവിടെയൊക്കെ ചക്ക പിടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ചക്ക പുതിര പിടിച്ചിട്ടുണ്ട്. ഇവിടെ ആകെയുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് റോഡ് താറ ചെയ്തിട്ടുണ്ടോ. വേറെ ഒന്നും വ്യത്യാസം ഞാൻ കാണുന്നില്ല. വേറെ പണ്ടത്തെ അതേ വഴികളും അതേ ഇടവഴികളും തന്നെയാണ്. നമ്മൾ നടന്നതാ എത്താറായി. എന്തായാലും നോക്കാം നമുക്ക്. കൊമ്പംകുളം ദേശം. കൊമ്പംകുളം ഈശ്വരൻ നമ്പൂതിരിയുടെ വീടായത്. കുറേ കാലം മുമ്പേ ഉള്ള വീട് തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പഴയ തറവാടും പഴയ ഇല്ലാന്ന് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഒരു മാറ്റവും ഇല്ലാതെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ അവിടെ ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇതുവഴിയാണ് ഇനി പുഴയിലേക്ക് പോകേണ്ടത്. നമ്മൾ നേരെ ഇനി നമ്മൾ പോകുന്നത് നേരെ വണ്ണാത്തിപ്പുഴയിലേക്കാണ്. കാണിച്ചതാ. പുഴയിൽ വെള്ളം കുറഞ്ഞു. കുറച്ചേ വെള്ളമുള്ളൂ. ഞാൻ കാണിച്ചതാ. നോക്കി നടക്കണേ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നോക്ക്. കാണിച്ചു പഞ്ഞുണ്ടായി. ഞാൻ പിടിക്കാം. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പോവാൻ. മെല്ലെ ഇറങ്ങണേ മക്കളെ. ഇതാണ് നമ്മുടെ വണ്ണാത്തിപ്പുഴ. അതിമനോഹരമായിട്ടുണ്ടായ വണ്ണാത്തിപ്പടി. അപ്പം വെള്ളമൊക്കെ കുറഞ്ഞു. എന്നാലും വണ്ണാത്തിപ്പുഴേൻ്റെ ഭംഗിയൊന്നും പോകില്ല കേട്ടോ. നിറച്ചതാ.
പണ്ട് സ്ഥിരം കുളിക്കുന്ന സ്ഥലമാണ്, കുളിക്കടവാണ് ഞങ്ങൾ. ഈ വശത്തെ ഈ ദേശത്തെ എല്ലാവരും കുളിക്കുന്നത് ഈ വണ്ണാത്തിപ്പുഴയെ ആശ്രയിച്ചായിരുന്നു പണ്ടും. ഇപ്പോഴും കുളിക്കുന്നുണ്ട് തോന്നുന്നു. കണ്ടോ ഈ വണ്ണാത്തിപ്പുഴേൻ്റെ ഭംഗിയൊന്നും ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്തോരം വെള്ളം ഉണ്ടായ വണ്ണാത്തിപ്പുഴയെന്നറിയാം. ഇപ്പം ഒന്നും വെള്ളം കുറഞ്ഞു, വെള്ളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മണ്ണെടുക്കൽ അങ്ങനെയെല്ലാം കൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുന്നതനുസരിച്ച് പ്രകൃതി നമുക്ക് തരുന്ന ഒരു ശിക്ഷയാന്ന് തോന്നുന്നു എനിക്ക്. വെള്ളം ഇപ്പോൾ ഇല്ല, തീരെയില്ല, വെള്ളം കുറഞ്ഞു. ഇതാ നമ്മുടെ വണ്ണാത്തിപ്പുഴയും അതിന് ചുറ്റുപാടും. പിള്ളേർ വെള്ളത്തിൽ കളിക്കുവാന്ന്. അപ്പം ഞാനും ഒന്ന് വെള്ളത്തിലിറങ്ങി. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, വെള്ളത്തിൽ പ്രത്യേക തണുപ്പായിരുന്നു ഇന്ന്. എനിക്ക് തോന്നുന്നു ആ തണുപ്പ് ഇപ്പം തണുപ്പായത് കൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു. കുറച്ച് സമയം എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റുള്ളൂ. തണുപ്പ് കാരണം ഞാൻ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമമായിരുന്നു. പിള്ളേരും അതുപോലെ തന്നെ തണുപ്പായിട്ട് വേഗം വെള്ളത്തിൽ നിന്ന് കരകയറി. വേണ്ട ഇതാണ് എന്താ നല്ല തണുപ്പ് ഈ വെള്ളത്തിന്. ഭയങ്കര തണുപ്പ്, ഭയങ്കര കുളിരിതാണ് വെള്ളത്തിന്. നല്ല ഐസ് വാട്ടറിൽ കാലുമുക്കിയ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ വെള്ളത്തിൽ കഴിയുമ്പോൾ. എന്ത് സുഖം. ഇവനെ അധികം ദൂരം വെള്ളത്തിലേക്ക് പോകാൻ എങ്ങോട്ട് വാ. എന്നാ ഇവിടെ ഉണ്ടാ പാൻറ് പോലും കയറ്റാണ്ട് വെള്ളം തന്നെ കളിക്കണ്ട. നല്ല വെള്ളമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. എൻ്റെ മുട്ട് വരെ വെള്ളമുണ്ട്. നല്ല വെള്ളം കുറവാണ്. പണ്ടൊക്കെ നല്ല വെള്ളം ഉണ്ടാവും, പക്ഷെ നല്ല തണുപ്പ് കിട്ടും. അങ്ങനെ കുളിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ. ഈ രണ്ട് സൈഡ് നല്ലോണം കണ്ടലാണ്, കണ്ടൽക്കാട്. അവിടെയൊക്കെ നല്ല ആഴുണ്ട്. അങ്ങോട്ട് പോയാൽ തിരിച്ചു കിട്ടുമോ അറിയത്തില്ല. ഇപ്പോഴും ഈ പുഴയെ ആസ്വദിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നുണ്ടോ. ഈ പുഴ കടന്നിട്ട് വേണം പണ്ട് വീട്ടിലേക്ക് പോകാൻ. പിന്നെ അപ്പുറത്തേക്ക് കമ്പിപ്പാലുണ്ട്. ആ കമ്പിപ്പാലത്തിലൂടെ പോവാം. നമ്മൾ എപ്പോഴും ഈ വെള്ളം കിടന്നിട്ട് പോകാനൊരു ഇഷ്ടം കൊണ്ട് ഈ വെള്ളം കിടന്നിട്ട് നമ്മളെപ്പം പോവാം. ഇവിടെ നിന്ന് അലക്കൽ, ഇതായിട്ട് അലക്കല്ലൊക്കെ ഉണ്ട്. പണ്ട് ഒരു വൈകുന്നേരം എല്ലാം ആകുമ്പോൾ 4 മണിയാകുമ്പോൾ എല്ലാവരും ഇവിടെ അലക്കാൻ വരും. എന്നിട്ട് അലക്കിയ ശേഷം ഇവിടെ നിന്ന് തന്നെ കുത്തിപ്പിഴിഞ്ഞ് ഇവിടെ തന്നെ ഇവിടെ അലക്കിയിടും. എന്നിട്ട് അത് ഉണങ്ങിയിട്ടാണ് വീട്ടിലേക്കെല്ലാം എടുത്തിട്ട് പോലെ. ഇതാണ് കൈതക്കാട്. ഞാൻ വൃത്തി സൂം ചെയ്ത് കാണിച്ചതാണ്. കേട്ടോ കൈതക്കാടാണ്. ഇതിൻ്റെ കൈതച്ചക്ക പിടിക്കും കേട്ടോ. ഇപ്പം പിടിക്കേണ്ട സമയമായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാട്ട് കൈതച്ചക്ക ഇത്. അതാ എൻ്റെ ഇത് കാണിച്ചേ. കണ്ടോ ഇതാണ് അതിൻ്റെ കൈതച്ചക്ക. ഈ കൈതക്കാട് കൊണ്ട് പണ്ട് പായൊക്കെ മടഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് ആക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് കൈതക്കാട് കാണാത്തവർക്കാണ് കൈതക്കാട് ഇത്. നോക്ക് വണ്ണാത്തിപ്പുഴ കഴിഞ്ഞാടുള്ള ഊടൻ വഴി, അതായത് കിള. പണ്ടൊക്കെ കിള എന്നൊക്കെ പറയും. ഈ ചെറിയ ഇടുക്ക് വഴികൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ കിള എന്നൊക്കെ പറയും. നമ്മളെ കിള എന്നൊക്കെ പറയും. ഈ കിള കഴിഞ്ഞിട്ട് വേണം റോഡിൻ്റെ അടുത്താണ് നമ്മളെ വീട്. കാണിച്ചരാ. പിള്ളേരുണ്ടോ കളിനെ ഓടുന്നുണ്ടോ? നോക്കിയോട്, വണ്ടി ഉണ്ടാവും. ഈ കള കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക്. ഇതൊക്കെ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വെച്ചെന്നൊക്കെ പറയും. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ഈ പൂവൊക്കെ കയ്യിൽ വെച്ച് ഒടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് ഞങ്ങൾ ഞൊട്ടാഞ്ഞൊടിനാക്കും. ഇതെവിടെ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും കാണാനിപ്പോൾ കണ്ടു കിട്ടാനേ വഴിയില്ല. ഇതാണ് ചൂളപ്പൂ എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ചൂളപ്പൂ, അരിപ്പൂ എന്നൊക്കെ പറയും. ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച പണ്ടൊക്കെ ഈ മുറിഞ്ഞാൽ മുറിവ് കൂടാനൊക്കെ എടുക്കലുണ്ട്. ഇന്ന് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട് കാണിച്ചുതരാം. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ കൈതപ്രം ഗ്രാമത്തിൻ്റെ കുറച്ച് സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടു. ഇതാ നമ്മൾ റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നേരെ വീട്ടിലേക്ക്. അവിടെ ഇവിടെയൊക്കെ വീടുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്. ഇവിടെ അമ്മാവൻ്റെ വീടുണ്ട്. ചേച്ചിയുടെ അമ്മാവൻ്റെ വീടായത്.
വീട്ടിൽ കയറി. വീട്ടിൽ കയറി. ഞാൻ ഇവിടെ കായ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് നാട്ടിലെ ചുറ്റുപാടും നടക്കുന്ന നമ്മുടെ നാടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ് അത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.